നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ ഭാര്യ വർഷ ഞാൻ കളത്തിലിറക്കാൻ പോവുക. അതിനായി അവളുടെ പേരിൽ കമ്പനി തുടങ്ങാൻ പോകുന്നതായി ധാരണ സൃഷ്ടിച്ച് അവളെ കൊതിപ്പിക്കുക മാത്രമാണ് ലക്ഷ്യം. മനസ്സിലായോ? നിങ്ങളുടെ മുറിയുടെ അവസ്ഥ കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾ അനുഭവിക്കുന്ന ഇല്ലായ്മകൾ. എന്റെ പെങ്ങള് രാജകീയമായിട്ട് ജീവിച്ച ശീലമുള്ളോളാ. പക്ഷേ ഇവിടുത്തെ അവസ്ഥകള് അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട ഏട്ടാ. പെൺമക്കള് അച്ഛന്റെ തണലിലല്ലാതെ സ്വന്തം കാലിൽ നിൽക്കണം, സ്വന്തം അധ്വാനം കൊണ്ട് വളരണം. അങ്ങനെ വിശ്വസിക്കാനൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഈ അവസ്ഥയിൽ നിനക്ക് ഒരിക്കലും വളർച്ച ഉണ്ടാവില്ല. ഹരിതയ്ക്കും മനോജനും മാന്യമായിട്ട് ജീവിക്കാൻ വേണ്ട എന്ത് സഹായം വേണമെങ്കിലും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാം. എനിക്കൊന്നും വേണ്ടെന്നല്ലേ പറയാൻ തുടങ്ങിയത്. തൽക്കാലം ആ നിലപാട് തന്നെ മതി. എന്നെ അന്യനായിട്ട് കാണരുത്. എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിക്കാം. ചോദിച്ചോളാം. എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. ഇപ്പോഴത്തെ അവസ്ഥ സ്വയം അനുഭവിച്ച് തീർക്കാനുള്ളതാ. നിങ്ങൾക്ക് എന്തോ എന്നോട് പറയാനുണ്ടല്ലോ. നിങ്ങളെന്റെ സഹായികളാണ്, വെറും ഗുണ്ടകളല്ല. പറയാനുള്ളത് പറയാം, അതിന് യാതൊരു മടിയും വേണ്ട. കമോൺ. പറയുന്നത് ബോസിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വെട്ടൊന്ന് തുണ്ടം രണ്ടെന്ന പക്ഷക്കാരനാണ് ഞാൻ, പലപ്പോഴും പല കാര്യത്തിലും. പക്ഷേ എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പണിയെടുക്കുന്ന നിങ്ങളെ ഒരഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ ശിക്ഷിക്കത്തക്ക വിവരക്കേടൊന്നും എനിക്കില്ല. എന്നിട്ട് പേടി മാറിയില്ലേ? എങ്കിലേ ഒരു കഥ പറയാം. ഒരിക്കൽ നിറയെ ഭാരം കയറ്റി വന്ന ഒരു ലോറി മേൽപ്പാലത്തിൽ തട്ടി ജാമായി നിന്നു. മുന്നോട്ടും പോകുന്നില്ല, പുറകോട്ടും പോകുന്നില്ല. വണ്ടി മുന്നോട്ടെടുക്കാൻ ഡ്രൈവറും സഹായിയും പഠിച്ച പണി 18 നോക്കി. കാഴ്ചക്കാരായി കുറെ നാട്ടുകാരും കൂടി. വണ്ടി അനങ്ങുന്നില്ല. അപ്പോഴാണ് ഒരു 10 വയസ്സുകാരൻ പയ്യനവിടെ വന്നത്. ടയറുകളിലെ കാറ്റ് കുറേശ്ശായി തുറന്നു വിട്ടാ മതി, വണ്ടി നീങ്ങുമെന്ന് ആ പയ്യൻ വിളിച്ചു പറഞ്ഞു. ഡ്രൈവർ അതുപോലെ ചെയ്യുകയും ചെയ്തു. വണ്ടി മുന്നോട്ടെടുക്കാനും കഴിഞ്ഞു. മുതിർന്നവർക്ക് തോന്നാത്ത ബുദ്ധി പാവ പയ്യന്റെ തലയിൽ ഉദിച്ചു. ഡ്രൈവർ അതിനെ മാനിക്ക കൂടി ചെയ്തപ്പോഴാണ് പ്രശ്നം ഒതുങ്ങിയത്. അതുപോലെ എന്റെ മനസ്സിൽ ഏതെങ്കിലും ഭാരവണ്ടി നീങ്ങാതെ കിടപ്പുണ്ടെങ്കിൽ ശരിയായ അഭിപ്രായം പറഞ്ഞ് നീക്കിവിടേണ്ടത് നിങ്ങളുടെ കൂടി ഉത്തരവാദിത്തം. ബോസ്, മരുന്ന് കമ്പനിക്ക് വേണ്ടി വാങ്ങിയ ഭൂമി ഭാര്യയുടെ പേരിൽ. ആ വസ്തു ഉടമസ്ഥനെ കൊല്ലാകൊല ചെയ്തിട്ടാണ് ആ പത്രത്തിൽ ഒപ്പിട്ട് വാങ്ങിയത്. ബോസിന്റെ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ. ഭാര്യ വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണോ അല്ലയോ എന്നറിയാതെ വസ്തു അവളുടെ പേരിൽ എഴുതി ഒട്ടും ശരിയായില്ല. വെരി ഗുഡ്. ആലോചനയില്ലാതെ വിഡ്ഢിത്തം കാട്ടി എന്ന തെറ്റിദ്ധാരണ നിങ്ങൾക്കുണ്ടായത് തന്നെ എന്നോടുള്ള അമിതമായ കൂറും വിശ്വാസവും കൊണ്ടാണ്. പക്ഷേ ആലോചനയില്ലാതെ അല്ല, ശരിക്കും ആലോചിച്ച് തന്നെയാണ് പ്രവർത്തിച്ചത്.
എന്റെ ഭാര്യ വർഷ ഞാൻ കളത്തിലിറക്കാൻ പോവുക. അതിനായി അവളുടെ പേരില് കമ്പനി തുടങ്ങാൻ പോകുന്നതായി ധാരണ സൃഷ്ടിച്ച് അവളെ കൊതിപ്പിക്കുക മാത്രമാണ് ലക്ഷ്യം. മനസ്സിലായോ? അവളെ മയക്കുമരുന്നിന്റെ കാരിയർ ആക്കാൻ പോകുന്നു. ഇപ്പോഴെന്റെ ഐഡിയയെ കുറിച്ച് എന്ത് തോന്നുന്നു? സമ്മതിച്ചു ബോസ്. സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടി കരിയറാകുമ്പോ ബോസിന്റെ ബിസിനസ് ഒന്ന് തഴയ്ക്കും. ബോസിന്റെ മയക്കുമരുന്നിനെ പറ്റി പോലീസുകാർക്ക് റിപ്പോർട്ട് ചെയ്ത പെണ്ണിനെ തന്നെ ബോസ് ഭാര്യയാക്കി. ആ, അവളെ തന്നെ മയക്കുമരുന്നിന്റെ കാരിയർ ആക്കുക. ആ, ബോസിന്റെ തലച്ചോറ് അപാരം തന്നെ. ആ, എന്നാ നിങ്ങൾക്ക് പോവാം. ആ. നേരത്തെ പറഞ്ഞുറപ്പിച്ച തുകയുടെ ഇരട്ടിയാണ് ഇന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഓഫീസിൽ നിന്ന് വാങ്ങിച്ചോളൂ. യെസ് ബോസ്. യെസ് ബോസ്. വാ ഏട്ടാ, ഇരിക്ക്. അല്ല, ചന്ദ്രികമ്മയുടെ മുഖത്ത് എന്താ ഒരു വിഷമം പോലെ? ഏയ് ഒന്നുമില്ല. അങ്ങനെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാലോ, ചന്ദ്രികാമ്മയുടെ മനസ്സ് വായിച്ചെടുക്കാൻ എനിക്ക് കഴിയും. ചന്ദ്രികാമ്മയുടെ മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവരുടെയും മനസ്സ് വായിച്ചെടുക്കാൻ എനിക്ക് കഴിയും. ആ, ഉദാഹരണത്തിന് ഇപ്പൊ വന്ദനയുടെ മനസ്സിൽ എന്താണെന്ന് ഞാൻ പറയട്ടെ. ആ, അത് വിട്. ആ, അമ്മ ആരെക്കുറിച്ച് ഓർത്താണ് വിഷമിക്കുന്നതെന്ന് ഞാൻ പറയട്ടെ. എങ്കി പറ, ഒന്ന് കേക്കട്ടെ. സ്ത്രീകളുടെ മനസ്സ് വായിച്ചറിയാനുള്ള കഴിവ് ജഗനുണ്ടെങ്കിൽ അതൊന്ന് കാണട്ടെ. പറ. ആ, എന്നാ കേട്ടോ. ഇപ്പൊ ചന്ദ്രികയുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നത് വർഷയാ. വർഷയെക്കുറിച്ചുള്ള ഓർമ്മകളാ ഈ മനസ്സിന്റെ വേദനയ്ക്ക് കാരണം. എന്താ, ശരിയല്ലേ? ശരിയാ. ഞാൻ വർഷയെക്കുറിച്ചാ ചിന്തിച്ചിരുന്നത്. എങ്ങനെയുണ്ട്? ഇപ്പൊ ഞാൻ പറഞ്ഞത് സത്യമായില്ലേ? സത്യം. വർഷയുടെ ചിരിയും കളിയും തമാശയൊന്നും ഇവിടുന്ന് മാഞ്ഞു പോയിട്ടില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.